ഇപ്പോൾ ഹോട്ടലുകൾ, കേറ്ററിംഗും റെസ്റ്റോറന്റ് ബിസിനസ്സും കേരളത്തിൽ ഇപ്പോൾ വലിയ ബിസിനസ്സാണ് അല്ലേ? ഇപ്പൊ തന്നെ ഇതിൽ ഫുഡ് പ്രോസസ്സിംഗിൽ, അതിന്റെ വിതരണത്തിൽ, ഇപ്പോൾ ഹോട്ടലുകൾ, കേറ്ററിംഗും റെസ്റ്റോറന്റ് ബിസിനസ്സും കേരളത്തിൽ ഇപ്പോൾ വലിയ ബിസിനസ്സാണ് അല്ലേ? നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടോ? ഡേറ്റ വേണ്ട ഈ കാലത്ത്. എത്ര ഹോട്ടലുകളാണ് പൂട്ടിപ്പോയത് കേരളത്തിൽ? കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ കേരളത്തിൽ എത്ര ഹോട്ടലുകൾ പൂട്ടിപ്പോയി? ഞാൻ ഞെട്ടിപ്പോയി. ഒരു ദിവസം കേറ്ററിംഗ് തൊഴിലാളികളുടെ ഒരു സമരം ഇതിൻ്റെ അകത്ത് അതിൻ്റെ മുതലാളിമാരും തൊഴിലാളിമാരും എല്ലാം കൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആളുകൾ വന്നുകയാണ്. ഒരുപാട് പേര് ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും വലിയ ക്രൈസിസിലാണ്. ഈ 350 രൂപയ്ക്കും 450 രൂപയ്ക്കും വെളിച്ചെണ്ണ മേടിച്ച് കൊടുക്കാൻ പറ്റുമോ? പഞ്ചസാരയുടെ വില ഇരട്ടിയായി. എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു. പിടിച്ചു നിൽക്കാൻ പലർക്കും പറ്റുന്നില്ല. ഒരുപാട് ഇൻഡസ്ട്രി, ഒരുപാട് ബിസിനസ്, അതിനെല്ലാം ഈ വിലക്കയറ്റം ഗൗരവതരമായി ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ പെരിഫറലായി കാണുന്ന ഇൻഡസ്ട്രികളെയല്ല ഞാൻ പറയുന്നത്. ഏറ്റവും സാധാരണക്കാരായ ആളുകളെ, നിങ്ങൾ കൊല്ലം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികളോട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു, സാറേ, ഒരു 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന തൊഴിലിൻ്റെ 10-1 തൊഴിൽ കുറഞ്ഞു. നല്ല വരുമാനം ഉണ്ടായിരുന്നതാണ് ഡെയിലി. എന്താ? ബിസിനസ് നടക്കുന്നില്ല. ആ കൊല്ലം മാർക്കറ്റിലെ നിരവധി കടകൾ പൂട്ടിപ്പോയി. നിരവധി കടകൾ. സാറേ, കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിൽ എത്ര കടകൾ പൂട്ടിപ്പോയെന്ന് ഒരു ഐഡിയ ഇല്ല. അതുപോലെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുമ്പോൾ അവിടുത്തെ ചെലവ്, അവിടുത്തെ ജീവനക്കാരുടെ ഒരുപാട് പേരുടെ തൊഴിലില്ലായ്മ, ഇതെല്ലാം കേരളത്തിൽ രൂക്ഷമായ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിനകത്തില്ല. സാറേ, നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം. ഞങ്ങളുടെ ഡിമാൻഡ് അതാണ്. നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം. നിങ്ങൾ മാർക്കറ്റ് എന്താണെന്ന് സ്റ്റഡി ചെയ്യണം. രൂക്ഷമായ വിലക്കയറ്റം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം നിൽക്കുന്നു. അത് യാഥാർത്ഥ്യമാണല്ലോ. റിയൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ്. നിൽക്കുന്നു. കഴിഞ്ഞ 9 മാസമായി ഇത് സ്റ്റാഗ്നന്റായി നിൽക്കുകയല്ല, ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയല്ലോ, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി വില കുറയ്ക്കാൻ വേണ്ടി ചെയ്യുക. അതിനാവശ്യമായ ഹെൽപ്പ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് കിട്ടില്ല എന്നാണ് ഞങ്ങൾ പ്രമേയം അവതരിപ്പിച്ച PC വിശ്വനാഥ് ഇവിടെ പറഞ്ഞത്.